അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അമ്മാ ബഅദ്. ബഹുമാന്യരായ പ്രേക്ഷകരെ, ഒരു തുള്ളി വെളിച്ചത്തിലൂടെ സീറത്തുൻ നബി എന്ന പംക്തിയിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവതീർണമായ അറബ് വംശത്തെക്കുറിച്ചും അറബികളുടെ ഉത്ഭവത്തെക്കുറിച്ചും അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ നേരത്തെ നാം പരാമർശിക്കുകയുണ്ടായി. ഇനി ഖുറൈശികളെക്കുറിച്ചും ഖുറൈശ് ജീവിത രീതികളെക്കുറിച്ചുമൊക്കെ നമുക്ക് പരാമർശിക്കാനുണ്ട്. അതിനു മുമ്പ് ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട നാമങ്ങളെക്കുറിച്ചും നാമവിശേഷണങ്ങളെക്കുറിച്ചും മാത്രമാണ് നമുക്ക് പരാമർശിക്കാനുള്ളത്. അള്ളാഹു കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം നാമങ്ങളുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം പേരുകൾ പല ഗ്രന്ഥങ്ങളിലായി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. പേരുകൾ മാത്രം പരാമർശിക്കാനുള്ള ഗ്രന്ഥങ്ങൾ തന്നെ ലോകത്ത് നമുക്ക് ലഭ്യമാണ്. 250-ലേറെ നാമങ്ങൾ ഒരുമിച്ച് കൂട്ടിയ മഹാരഥന്മാരെ നമുക്ക് കാണാവുന്നതാണ്. ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം പറയാതെ ഉച്ചരിക്കാതെ ഇസ്ലാമിക ആരാധനാ മുറകളോ ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളോ പൂർണ്ണമാവുകയില്ല. അള്ളാഹുവിൻ്റെ പേര് പറയുന്നിടത്തൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാനും നമ്മോട് നിഷ്കർഷിക്കുന്നുണ്ട്. ഷഹാദത്ത് കലിമ, അദാൻ, അത്തഹിയ്യാത്ത്, ഖുർആൻ, സ്വലാത്ത്, ഖുതുബ തുടങ്ങി മുഴുവൻ ആരാധന രീതികളിലും ആരാധന രൂപങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ പേര് പരാമർശിക്കപ്പെടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ലോകർക്ക്, സർവ്വലോകർക്കും അനുഗ്രഹമാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ഇന്നലി അസ്മാഅൻ അന മുഹമ്മദ് അന അഹ്മദ് അനൽ മാഹി അനൽ ഹാഷിർ അനൽ ആഖിബ് അന നബിയുർ റഹ്മ അന നബിയുത് തൗബ അന നബിയുൽ മുഖഫഹ് വഅന നബിയുൽ മലാഹിം. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ധാരാളം പേരുകൾ പരാമർശിക്കുന്നതായി നമുക്ക് കാണാം. മുഹമ്മദ്, അഹ്മദ് എന്നീ 2 നൗൺ ഫോമുകളാണ്, നാമ രീതികളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ നമുക്ക് നാമത്തിൻ്റെ രീതിയിൽ കാണാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. മുഹമ്മദ് എന്നത് വിശുദ്ധ ഖുർആനിൽ 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ അഹ്മദ് എന്ന് 1 തവണ മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതും ബഹുമാന്യനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നാവിലൂടെ, അവിടുത്തെ പരാമർശത്തിലൂടെ. ഇവിടെ വളരെ വ്യക്തമായ ഒരു കാര്യം നമുക്ക് കാണാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഉമ്മത്ത് അത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്താണ്. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഉമ്മത്ത് കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉത്തമമായത് അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ സ്വഭാവ വിശേഷണങ്ങളിൽ ഉത്തമന്മാരായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ സമൂഹത്തിൻ്റെ നേതാവായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അഹ്മദ് ഏറ്റവും സ്തുതിക്കപ്പെടുന്നവൻ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. റസൂലുള്ളാഹിന്റെ ഓരോ നാമങ്ങളെക്കുറിച്ചും നാം ചിന്തിക്കുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയാത്ത ഒരു നിമിഷം ഈ ലോകത്ത് നടക്കുന്നില്ല. വറഫഅനാ ലക ദിക്റക്, റസൂലെ അങ്ങയുടെ സ്മരണ, അങ്ങയുടെ ദിക്ർ ഞാൻ ഉയർത്തിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ ലോകത്തൊരു സെക്കൻഡ് പോലും മുഹമ്മദ് എന്ന പേര് ഉച്ചരിക്കപ്പെടാതെ അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ പേര് പരാമർശിക്കപ്പെടാതെ കഴിഞ്ഞു പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഏറ്റവും മാതാപിതാക്കളാൽ നൽകപ്പെട്ട ഏറ്റവും സ്തുത്യർഹൻ എന്ന ഈ വിശേഷണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടിസ്ഥാന നാമം. പിന്നീട് അഹ്മദ് എന്ന പേരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു നാമം അനിൽ മാഹി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായിക്കുന്നവനാണ്, ഡിലീറ്റ് ചെയ്യുന്നവരാണ്. ആ കാരണം യംഹുല്ലാഹു ബിഹിൽ കുഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അള്ളാഹു കുഫറിനെ അല്ലെങ്കിൽ സത്യനിഷേധത്തെ മായിക്കുക തന്നെ ചെയ്യും. അത് നമുക്ക് കാണാവുന്നതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 23 വർഷത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് ജസീറത്തുൽ അറബിൽ നിന്ന് മൊത്തമായി ഷിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളെയും അസത്യ വാഞ്ചനകളെയും അസത്യ വിശ്വാസങ്ങളെയും ഒക്കെ തുടച്ചു മാറ്റിയതായി നമുക്ക് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഷിറാണ്, ഒരുമിച്ച് കൂട്ടുന്നവരാണ്. കാരണം യഹ്ശുറുന്നാസു അലാ ഖദമി, ജനങ്ങൾ മുഴുവനും എൻ്റെ പിന്നാലെ ഒരു ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ തന്നെ പറയുന്നു. അതുപോലെ അനൽ ആഖിബ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകരാണ്. അഥവാ ലൈസ ബഅദി നബിയ്യുൻ, എൻ്റെ ശേഷം വേറെ ഒരു പ്രവാചകരില്ല എന്നും നമുക്ക് കാണാം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുർ റഹ്മയാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അതുപോലെ നബിയു തൗബയാണ്. ഇങ്ങനെ ധാരാളം വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരെ കുറിച്ച് നമുക്ക് കാണാം. എന്നാൽ ഇതിനൊക്കെ പല ചരിത്ര പശ്ചാത്തലങ്ങളുമുണ്ട്, പല ചരിത്ര വസ്തുതകളുമുണ്ട്. എല്ലാം നമുക്ക് തുടർന്ന് പരാമർശിക്കാവുന്നതാണ്. അള്ളാഹു ഖൈർ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.